പിടിക്കുമോ? ഇന്റേൺഷിപ്പ് കാലാവധിക്ക് ഒരു കുട്ടികളും അവിടെ ഇല്ല. അതിന് വ്യക്തമായ തെളിവുണ്ട്. അതല്ലാതെ ഞങ്ങൾ ഒരിക്കലും വാശി പിടിക്കുന്നില്ല. ഈ ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിലവിലുള്ളത് പഠനത്തോട് ചേർന്നുള്ള കാലയളവ് മാത്രമാണ്. അതിനകത്തുള്ളവർക്ക് ജോലി കൊടുക്കണം നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. തീർച്ചയായിട്ടും എല്ലാവരും സ്റ്റാഫ് നഴ്സസ് ആണ്. അവർക്ക് മിനിമം വേതനം കൊടുക്കാതെ 3 ഷിഫ്റ്റ് ഡ്യൂട്ടി നടപ്പാക്കാതെ ഞങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കാതെ ജീവൻ പോകേണ്ടി വന്നാലും ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറുന്ന യാതൊരു വിധത്തിലും ചിന്തിക്കേണ്ടതായിട്ടില്ല. വളരെ നന്ദി. വ്യക്തമാണ് ലിജു. ആശുപത്രിയുടെ കെട്ടിടത്തിന്റെ മുകളിൽ കുട്ടികൾ കയറി നിൽക്കുകയാണ്. എങ്ങനെ തൽക്കാലത്തേക്കെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാനാവും എന്നാണ് കരുതുന്നത്? എനിക്കതിൽ പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികൾ ആ രീതിയിലുള്ള സമീപനങ്ങളിൽ നിന്ന് പിന്മാറണം. ചർച്ചയ്ക്കുള്ള നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകണം. ആ നല്ലൊരു അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്ത് ഈ വിഷയങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. നിലവിൽ ഈ രീതിയിലുള്ള ഒരു സമ്മർദ്ദ തന്ത്രത്തിലേക്ക് ഒരിക്കലും ആ കുട്ടികളെ പറഞ്ഞു വിടരുത് എന്നുള്ള അപേക്ഷയാണ് എനിക്ക് ഇവരോടെല്ലാം പറയുവാനായിട്ടുള്ളത്. ഇതിന്റെ നേതാക്കളോട് എല്ലാവരും പറയുവാനായിട്ടുള്ളത്. വളരെ നന്ദി ശ്രീ ഞങ്ങളോട് സഹകരിച്ചതിന്. അതുപോലെ തന്നെ ലിജു, നേഴ്സ് അസോസിയേഷൻ നേതാവ്, അതുപോലെ തന്നെ ശ്രീ തമ്പി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്